തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാൻ CPM, CPI നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് തുടരുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് തിരിച്ചടിയായി എന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയിൽ അഭിപ്രായമുയർന്നു. CPI സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് ഇന്ന് തുടരുന്നത്. MS വീണ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വീണ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാൻ CPM, CPI നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് തുടരുകയാണല്ലോ. എന്തെല്ലാം വിഷയങ്ങളിലാണ് ചർച്ചയുണ്ടാകുക? വിമർശനങ്ങൾ എന്തെല്ലാമാണ് ഉയർന്നത്? രോഹിണി, കഴിഞ്ഞ 2 ദിവസം നടന്ന യോഗത്തിന്റെ തുടർച്ചയായാണ് ഇന്ന് മൂന്നാമത്തെ ദിവസവും CPMന്റെ യോഗം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി അത് കനത്ത തിരിച്ചടിയായെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പ്രാദേശിക നേതാക്കളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ ചർച്ചയുടെ തുടർ ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ആ ചർച്ച ഇപ്പോൾ രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച ആ ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിശദമായൊരു ചർച്ച തന്നെയാണ് നടക്കുന്നത്. ഈ പ്രാദേശിക തലത്തിൽ ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയം തിരിച്ചടി, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതും പ്രാദേശിക തലത്തിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിൽ സൃഷ്ടിച്ചു. പൊതുവിൽ ഉണ്ടായിരുന്ന ഒരു ജനകീയ മുഖം നഷ്ടപ്പെടുവാനായിട്ട് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കാരണമായെന്നുള്ള വിമർശനങ്ങൾ തന്നെയാണ് സഖാക്കൾ ഉയർത്തുന്നത്. റിപ്പോർട്ടടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ചയാണ് നടക്കുന്നത്. ഭിന്നാഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം, പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കണമെന്നടക്കം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അമിത ആത്മവിശ്വാസം, അതായത് തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, വാർഡുകൾ, അത് തങ്ങൾക്ക് തന്നെ തുടർന്നും ഭരണം ലഭിക്കുമെന്നുള്ള അമിത ആവേശം, അമിത ആത്മവിശ്വാസം സഖാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. ആ ആത്മവിശ്വാസത്തിന്റെ പേരിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നില്ല. അലസരായി മിക്ക സഖാക്കളും പ്രവർത്തിച്ചു. അതും തിരിച്ചടിക്ക് കാരണമായി എന്ന് കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു തിരുത്തലുകൾ, അതായത് സ്വർണ്ണക്കവർച്ചാ വിഷയത്തിനും ഒപ്പം തന്നെ പ്രാദേശിക തലത്തിലുണ്ടായിരിക്കുന്ന പാർട്ടി സജീവമായി തന്നെ പ്രവർത്തിച്ചില്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയിലേക്ക് പോകുമെന്നും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയിലേക്ക് പോകുമെന്നും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാത്ത തരത്തിലുള്ള പരാജയത്തെ പാർട്ടിക്ക് ഏറ്റുവാങ്ങുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യോഗത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിലും പൊതുവായി വിലയിരുത്തുന്നത്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത്, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, എത്തരത്തിലാണ് ഇനി പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കേണ്ടത്, അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി CPMന്റെ യോഗത്തിൽ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് CPIയുടെ യോഗവും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാന ഓഫീസായ MN സ്മാരകത്തിൽ തന്നെയാണ് ഈ ഒരു നേതൃയോഗങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കളടക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ, അതായത് ഘടകകക്ഷികൾക്ക് ചില വിഷയങ്ങളിലൊക്കെ എതിർപ്പുണ്ട്. അവർ കൃത്യമായി CPI അടക്കം ഈ ഒരു വിഷയത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് തോൽവിയാക്കി കാരണം വെച്ചത് സ്വർണ്ണ കവർച്ചാ വിഷയം, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ വിഷയം തന്നെയാണ് പ്രതിരോധത്തിലാക്കിയതെന്നുള്ള തിരിച്ചറിവുണ്ട്. അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തിരിച്ചറിവിൽ മുന്നോട്ടുള്ള തീരുമാനങ്ങൾക്ക്, മുന്നോട്ടുള്ള നടപടികൾ എപ്രകാരമാണെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ പ്രാദേശിക തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, അതിലുണ്ടാകേണ്ട മാറ്റങ്ങൾ, പ്രവർത്തനത്തിലെ ഏകോപനം, പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഈ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കേണ്ടതുണ്ട്. പാർട്ടി നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല എന്നൊരു ഭാഗത്ത് പറയുന്നവരുണ്ട്, വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരുണ്ട്, ഒപ്പം തന്നെ യോജിപ്പ് രേഖപ്പെടുത്തുന്നവരുമുണ്ട്. ഈ ഭിന്നാഭിപ്രായങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി അതിനെ പരിഹരിച്ച് പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉയരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ യോഗം തന്നെയാണ് ഇരുഭാഗത്ത് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യോഗങ്ങളുമായി നിൽക്കുമ്പോൾ സമകാലിക വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്നുണ്ട്. അതായത് ചില വിഷയങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതായത് ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കിയെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം അത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് പരാജയത്തിന് ഒരു പരിധിവരെ വഴിവെച്ചു എന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ പൊതുസമ്മതം, ആ ഒരു പൊതുസമ്മതി എങ്ങനെ തിരിച്ചു പിടിക്കുവാനുള്ള താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് തരത്തിലാകണം, ജനകീയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമായില്ല, അടിസ്ഥാന വികസനങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന്. അതിനെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യത്തിൽ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. ഈ ചർച്ച ഇന്ന് അവസാനിക്കുമ്പോൾ തന്നെ CPIയുടെ പ്രതിനിധികളൊപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രോഹിണി, ശരി. MS വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.